വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് സംബന്ധിച്ച് വിവാദത്തിനെതിരെ ധനബില്ല് ഇന്ന് നിയമസഭ പാസാക്കും. മദ്യത്തിന്റെ നികുതി കുറച്ച പ്രഖ്യാപനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധനബില്ലാണ് സഭയിൽ അവതരിപ്പിക്കുന്നത്. സർക്കാർ നയത്തിന് വിധേയമായിട്ടേ നികുതി പരിഷ്കാരം നടപ്പാക്കുമെന്ന വ്യവസ്ഥ കൂടി ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഗുഡ് മോർണിംഗ്. അപ്പോൾ മുന്നണിയിൽ നിന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെയൊക്കെ എതിർപ്പുണ്ടായെങ്കിലും ഈ കാര്യത്തിൽ കൂടി ഒരു യു ടേൺ വേണ്ട എന്ന നിലപാട് വി.ഡി. സതീശനെടുത്തു. അതിനൊപ്പം പാർട്ടിയും മുന്നണിയിൽ നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വ്യവസ്ഥയോടുകൂടി തന്നെ ഈ നികുതി ഇളവ് ഫലത്തിൽ പ്രാബല്യത്തിൽ വരികയാണല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ. 16ാം നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. അത് സർക്കാരിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും ഒരു പ്രോഗ്രസ് കാർഡായേക്കാവുന്ന ഒരു സമ്മേളനം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അതിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ധനബില്ല് ഇന്ന് നിയമസഭ പാസ്സാക്കും. അതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി അടക്കമുള്ള കാര്യങ്ങൾ ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 1ാം തീയതി ധനബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നുള്ള ആ ഒരു തീരുമാനം അതുണ്ടാകരുതെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉണ്ടാകരുതെന്ന് മുതിർന്ന നേതാവ് VM സുധീരൻ തന്നെ പരസ്യമായി പ്രസ്താവന നടത്തിയതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു യു ടേണിന് ഇപ്പോൾ മുഖ്യമന്ത്രി V.D. സതീശൻ തയ്യാറായിട്ടില്ല. അത് ആദ്യം ഈ ധനബില്ലിന്റെ കരട് വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ തന്നെ നികുതി തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമായതാണ്. അത് ഇന്ന് പ്രമേയം അവതരിപ്പിക്കുമ്പോഴും ധനബില്ലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതിൽ ഇന്നും പ്രതിപക്ഷ വിമർശനങ്ങളും പ്രതിപക്ഷ പ്രതിഷേധവും സഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കും. അതുപോലെ തന്നെ ഈ ധനബില്ല് അവതരണം കഴിയുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് നിന്നും ഒരു വിമർശനം വരിക, കോൺഗ്രസിൽ നിന്ന് വിഭിന്നാഭിപ്രായം വരുമോ, പരസ്യ പ്രസ്താവനകൾ വരുമോ എന്നുള്ള കാര്യം കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഒരു അനുനയ നീക്കമായി V.D. സതീശൻ കാണുകയും ചെയ്യുന്നത് സർക്കാർ നയത്തിന് വിധേയമായിട്ട് മാത്രമേ ഈ നികുതി ഇളവ് നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതിൽ ആ ഒരു വ്യവസ്ഥ കൂടി ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വിമർശനം വരികയാണെങ്കിൽ ആ സർക്കാർ നയം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നികുതി ഇളവ് നടപ്പിലാക്കുക എന്നുള്ള വ്യവസ്ഥ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ധനബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഈ നികുതി ഇളവ് പ്രാബല്യത്തിൽ വരുമെന്നുള്ള വിമർശനത്തെയും ഈ വ്യവസ്ഥ വഴി മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെയാണ് V.D. സതീശൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ഇന്ന് വരുന്ന മറ്റൊരു സുപ്രധാന തീരുമാനം ഈ ധനബില്ലിൽ ഇന്ന് വരുന്ന ഒരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ പേര് കേരളം എന്നാക്കിക്കൊണ്ടുള്ള ഒരു ബില്ല് ഇന്ന് നിയമസഭ പാസ്സാക്കുന്നുണ്ട്. അതിന്ന് ഐക്യകണ്ഠേന നിയമസഭ പാസ്സാക്കും. അതിനുശേഷം ലോക്സഭയുടെ പരിഗണനയ്ക്കായി അയക്കും. കേന്ദ്ര വിജ്ഞാപനം വന്നാലുടൻ തന്നെ കേരള എന്ന പേര് കേരളം എന്നാക്കിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം കൂടി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ആദ്യ നടപടിക്രമങ്ങളും ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിനെതിരായ പ്രമേയം, അതുപോലെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച പ്രത്യേക പ്രസ്താവനയും ഇന്ന് നിയമസഭയിൽ ഉണ്ടാകും. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കാൻ പോകുന്നത് ഈ മദ്യനികുതി ഉൾപ്പെടുത്തിയത് തന്നെയാണ്. അതിൽ എങ്ങനെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ എന്ന് തന്നെയാണ് കാണേണ്ടിയിരിക്കുന്നത്. അത് മറികടക്കാൻ പോകുന്നതും ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥ വെച്ച് തന്നെയായിരിക്കും. എന്തായാലും അല്പസമയത്തിന് 9 മണിയോടുകൂടി തന്നെ നിയമസഭ ആരംഭിക്കും. ഇന്ന് 16ാം നിയമസഭയുടെ അവസാന സമ്മേളനമാണ്. ശരി മേഘ്ന, ഏതായാലും സഭയിൽ ഇന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചുകൊണ്ടുള്ള ധനബില്ലിന് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പ്രത്യേക പ്രസ്താവന നടത്തുന്നുണ്ട് വൈദ്യുതി മന്ത്രി. FCRAയുമായി ബന്ധപ്പെട്ട പ്രസ്താവന മുഖ്യമന്ത്രി എത്ര ദിവസം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നൊക്കെയുള്ള ആളുകളുടെ ഒരു ആകാംക്ഷയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പൊ തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ പവർ കട്ട് എന്ന് വരെ തുടരും, എന്താണ് നിലവിലെ സാഹചര്യം എന്നതൊക്കെ ഇന്ന് വൈദ്യുതി മന്ത്രി സഭയിൽ വിശദീകരിക്കുന്നുമുണ്ട്. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.